കർണാടകയ്ക്ക് ഇത് ബിസ്ബെല്ലബാത്താണ്, തമിഴ്നാടിന് സാമ്പാർ സാദം, നമുക്ക് സാമ്പാർ റൈസ്. പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് ബട്ടർ ഇട്ടു, അല്പം എണ്ണയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കടുക്, ഉലുവ, 1-2 വറ്റൽമുളക്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. അതിനുശേഷം ആവശ്യത്തിന് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്യാം. ഇവിടെ പൊട്ടറ്റോയും ക്യാരറ്റും കോളിഫ്ലവറുമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ടൊമാറ്റോയും വഴുതനങ്ങയും ആഡ് ചെയ്യണേ. അതിനുശേഷം ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അല്പം കായം കൂടെ ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ഒബ്വിയസ്ലി. അതിന് ശേഷം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ സാമ്പാർ പൊടി, 1-1.5 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം അല്പം മതി. ഇതെല്ലാം നമ്മുടെ ടേസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായ സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വാളം പുളിക്ക് വേണ്ടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. കഴുകി വെച്ച അരിയും പരിപ്പും ആഡ് ചെയ്യാം. കൈമ റൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ നോർമൽ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൈസിനാവശ്യമായ വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കുക. അതിനുശേഷം 3 വിസിൽ കേൾക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 വിസിലിന് ശേഷം ആവി പോയി കുക്കർ തുറന്ന് നോക്കുമ്പോൾ അതാ സാമ്പാർ റൈസ് റെഡിയാണ്. എനിക്ക് മല്ലിയില കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈരും പപ്പടവുമാണ്. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ബൈ.